പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പിൻ്റെ 33-ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഇന്ന് മാർച്ച് 20-ാം തീയതി വെള്ളിയാഴ്ച. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെ വാക്യങ്ങളിൽ സബദീപുത്രന്മാരുടെ അഭ്യർത്ഥന ഈശോയോടുള്ളത് പറഞ്ഞിരിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ധ്യാന വിഷയം. ഈശോയെയും ഈശോയുടെ മനസ്സിനെയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ കൂടെ നടന്ന സബദീപുത്രന്മാരെ പോലെയാണോ നമ്മളുമെന്ന് ആത്മശോധന ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ സുവിശേഷ ഭാഗം ഇന്ന് വളരെ പ്രത്യേകമായി നമ്മൾ ഓരോരുത്തരെയും. ഈശോ പീഡാസഹന കുരിശുമരണ ഉത്ഥാനങ്ങളിലേക്ക് പോവുകയും അതിലേക്ക് തന്നെ ഒരുക്കുകയും കൂടെയുള്ള ശിഷ്യരെ ഒരുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ചിന്തകളും ശ്രദ്ധകളും മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു. അവരിൽ 2 പേർ, സബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും, ഈശോയുടെ മഹത്വപൂർണമായ രാജ്യം വരുമ്പോൾ അധികാരത്തിൻ്റെ ഇടങ്ങളായ ഇടത്തും വലത്തും ചോദിച്ചു മേടിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത്. കുറുക്കു വഴികളിലൂടെയും അർഹതയില്ലാത്ത രീതിയിലൂടെയും നേടിയെടുക്കുന്ന നേട്ടങ്ങൾ ദൈവത്തിൻ്റെ ഹിതത്തിന് ചേർന്നതല്ലെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ അറിയിക്കുന്നു. ഇവർ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞാനിത് തന്നാൽ നിങ്ങൾക്കിത്, അല്ലെങ്കിൽ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവരറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ തന്നെ പറയുന്നു, ഞങ്ങൾക്ക് കഴിയും. ഇവിടെ നമ്മൾ കാണുന്നു ഇതേ സംഭവം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ 2 ശിഷ്യന്മാർ തന്നെ ഈ ചോദ്യം ഈശോയോട് ചോദിക്കുന്നതായിട്ടാണ്. എന്നാൽ ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ ഇവരുടെ അമ്മയെ കൊണ്ട് ഇവർ തങ്ങളുടെ ഈ ആവശ്യം ഉന്നയിപ്പിക്കുന്നതായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അമ്മയെ കൊണ്ട് ചോദിപ്പിച്ചാൽ ഈശോ എളുപ്പം സമ്മതിക്കുമെന്ന രീതിയിൽ ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നതായി തോന്നുന്നു. ചില കാര്യങ്ങൾ നമ്മുടെ അധ്വാനവും നമ്മുടെ സമർപ്പണവും കൊണ്ട് തന്നെ നേടിയെടുക്കേണ്ടതാണ്. അത് നമുക്ക് അർഹതയില്ലാത്തത് മറ്റാരുടെയെങ്കിലും ഇടപെടലിലൂടെയോ ചുളിവിൽ നേടിയെടുക്കാനോ സാധിക്കുന്നതോ മറ്റുള്ളവർ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് നമുക്ക് അർഹതയില്ലാത്ത ഒരു നേട്ടം സ്വന്തമാക്കുന്നതോ ഒന്നും ഈശോയുടെ മനസ്സിനും രീതിക്കും ചേർന്നതല്ലെന്ന് ഈശോ ഇന്ന് പ്രത്യേകമായി ഈ സുവിശേഷത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എപ്പോഴും കുറുക്കു വഴികളിലൂടെയും എളുപ്പത്തിലൂടെയും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള മനസ്സിൻ്റെ ആഗ്രഹത്തെ ശരിയല്ല എന്ന് ഈശോ ഇവിടെ തുറന്നു കാണിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഈശോയോടൊപ്പം ഈശോയുടെ ലക്ഷ്യങ്ങൾക്കായി യാത്ര തുടങ്ങിയിട്ട് നമ്മുടെ പ്രത്യേക ലക്ഷ്യങ്ങൾ ഉന്നം വെച്ചുകൊണ്ട് ഈശോയെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവരാണോ നമ്മളെന്ന് വളരെ ഗൗരവമായ ആത്മശോധന നടത്തണമെന്ന് ഈശോ ഇവിടെ ആഗ്രഹിക്കുന്നു. സബദീപുത്രന്മാർ ഈശോയുടെ മനസ്സ് മനസ്സിലാക്കി ഈശോയുടെ അതേ ലക്ഷ്യത്തിലേക്ക് ചിന്തിക്കേണ്ടവരാണ്. പക്ഷെ അവർ മനസ്സ് മാറി അവരുടെ ചിന്ത മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു. ഈ ലോകത്തിൻ്റെ രീതിക്കുള്ള അധികാരങ്ങളെക്കുറിച്ചാണ് അവരുടെ ചിന്ത. എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ വേണ്ടെന്ന് വെക്കുന്നുണ്ടോ? അതെയോ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വയ്ക്കാൻ ഞാൻ തയ്യാറാകുന്നുണ്ടോ? നോമ്പിൻ്റെ പകുതിക്കാലം കഴിഞ്ഞ് ഈ അവസാന പ്രധാനപ്പെട്ട ആഴ്ചകളിലേക്ക് പോകുമ്പോൾ വളരെ ഗൗരവമായി നമ്മുടെ മനസ്സിനെ ആത്മശോധന ചെയ്യണം. ഈശോയെ, ആത്മീയതയെ, ദൈവിക കാര്യങ്ങളെ നമ്മുടെ കാര്യങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു കാര്യം മാത്രമായിട്ട് കാണുകയാണോ? അതെയോ ഈശോയുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി, ഈശോയുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ലക്ഷ്യങ്ങളെ, എൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങളെ സാക്രിഫൈസ് ചെയ്യാനുള്ള മനസ്സ് എനിക്കുണ്ടോ? അങ്ങനെ ഒരു ആത്മസ്ഥിതിയിലേക്ക് വളരാൻ ദൈവം നമുക്ക് അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.